ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാരും ഇവിടെ ഉണ്ട്. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കൊരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. അത് ആണോ അല്ലേ എന്നുള്ള തീരുമാനം കേവലം ഇങ്ങനെയുള്ള 40 ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊരിക്കലും ശരിയല്ല. ഈ പമ്പേസ് മൗല പറയുന്നത് കേട്ടോക്കി, ആലിമികളാകുന്ന 40 മുഷാവറിൽപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞ വ്യാജനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വ്യാജരാകൂല. കാരണം ഈ വ്യാജത്വരീക്കത്തിൻ്റെ ഷെയ്ഖന്മാരെ അവരുടെ ആളുകൾ, മുരീദുകളായ ആളുകൾ ഔലിയാക്കിയിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യാജന്മാരാണെന്ന് പറയപ്പെട്ടതായ ഇവ എണ്ണിയ ഈ ആളുകളെയൊക്കെയും തിരുത്തി പുനരാലോചിക്കണം എന്നാണ് ഈ ചങ്ങായി പറയണത്. വല്ലാത്ത ജാതി. ഇവരാലോചിക്കുന്ന തസവുഫ് എന്നും ത്വരീഖത്ത് എന്നും പറയുന്നത് ഏതെങ്കിലും മക്ബറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വേഷഭൂഷാദികളോടുകൂടെ നീണ്ട താടിയോടുകൂടെ ഏതെങ്കിലും മക്ബറിൻ്റെ സമീപത്ത് 5 വേലുമ 10 മൂതരം ഇട്ടിട്ട് മേപ്പിട്ട് നോക്കിയിരിക്കുക. അങ്ങേപ്പുറത്തെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോഴും ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ മേപ്പിട്ട് നോക്കിയിരിക്കുക. ഇതിനെയാണ് ത്വരീഖത്ത് എന്നും തസവുഫ് എന്നും തെറ്റിദ്ധരിച്ച് അത് പ്രചരിപ്പിക്കുകയാണ്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ പ്രമേയപ്രകാരം മതം തന്നെ ത്യജിക്കണം എന്നാണ്. മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ത്യജിക്കണം. എന്നിട്ട് പുതുതായി സ്നേഹം വാരി വിതരണം. സ്നേഹം വാരി വിതരാൻ വേണ്ടി മതം ഉണ്ടെങ്കിൽ പറ്റൂല, മതം തടസ്സമാണ്. അതുകൊണ്ട് മതം ത്യജിക്കണത്രേ. പമ്പേസിൻ്റെയൊക്കെ ഒരു ദുരവസ്ഥയെ. കാരണം മശായിഖന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടക്കുകയെന്നും അവരോട് ഒന്നും അവർ ചെയ്യുന്നതല്ല എന്നും ഒക്കെ മശായിഖ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഉളുപ്പില്ലാതെ ഇവർ പ്രസംഗിക്കാറുള്ളത്. ആ മശായിഖിൻ്റെ നിർദ്ദേശത്തിൽ കക്കാട വന്നു. പിറ്റേന്ന് തന്നെ കക്കാടിനെതിരെ. ഈ അടുത്ത കാലത്ത് വേറെ കുറച്ച് ആൾക്കാർ വന്നു. ആ വന്നവർക്കെതിരെ അവരെ കയ്യും പിടിച്ച് നിൽക്കണണ്ടപ്പോൾ ഞങ്ങൾ തന്നെയാണ് എന്നൊക്കെ ധാരണ വന്നിരുന്നു. പക്ഷെ അവർ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തോടു കൂടി അവർക്കെതിരെ പോസ്റ്റർ ഇറക്കി. എന്നിട്ട് ഇവർ പറയും ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യില്ല, ഒക്കെ മശായിഖ് പറഞ്ഞിട്ടാണെന്ന്. ആരെ പറ്റിക്കാനാ ഈ ജാതി തൊള്ളപടായി അടിക്കുന്നത്? നിങ്ങൾക്ക് ലൗഹുൽ മഹ്ഫൂദും അറിയില്ല, മോൾ നിങ്ങൾക്കൊരു വിവരം വരുന്നില്ല. നിങ്ങളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വേഷഭൂഷാദികളോടി സമ്മീൻ്റെ അളിയൻ ഒരുപറ്റൊരു മറ്റേ ബണ്ടല്ലോ അബ്ദുള്ള, KC അബ്ദുള്ള വേഷം കെട്ടി ഇറങ്ങിയതാണ്. അതുപോലെ വേറെയും കുറേ വേഷം കെട്ടിയ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ പോലെ ഖദർ നബിയാന്ന് മഹദി ഇമാമൊന്ന് അംഗീകരിച്ചു കൊടുത്താളേ, എന്നാൽ പിന്നെ ഒക്കെ ഉഷാറായി. എന്നിട്ട് മതം ത്യജിച്ചിട്ടുണ്ടല്ലോ. സമ്മീനും കുഞ്ഞമീനൊക്കെ പറ്റിയ പണി എന്താ പറയുക? ഇജാ വെള്ളത്തലയെക്കെട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഏതെങ്കിലും സാരി എങ്കിലും തല ചുറ്റിക്കാണ്ട് ഒരു കാവി മുണ്ടൊക്കെ പോച്ചിട്ട് അങ്ങനെ നിന്ന് ആടിക്കോ. ത്യജിക്കല്ലേ, ഏതായാലും ഉഷാറാകട്ടെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നിർദ്ദേശം കിട്ടുമ്പോൾ ഞങ്ങൾ അതനുസരിച്ച് പറയുന്നവരാണ്. ഞങ്ങൾ ഒന്നും പറയുന്നില്ല, മെയ്ക്കകളാകുന്നു. ഈ മെയ്ക്ക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. നൗഷാദൊക്കെ മെയ്ക്ക എന്ന് പറയുമ്പോൾ ചുണ്ട് കാണാൻ വലത്തേക്ക് പോകണം, ചിരി കാണാൻ ഇടത്തേക്കും പോകണം. എന്നിട്ട് ഇപ്പോൾ പറയും മെയ്ക്കകളാണ്. എന്നിട്ട് ആ പറഞ്ഞിന് മാറ്റി പറയും. എത്രത്തോളം മൈക്കൻ്റെ ഇവന് മനസ്സിലാകണില്ല ഇപ്പം പറയുന്ന ഉടായിപ്പാന്നുള്ളത്. പക്ഷേ ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായിക്കണം. ഈ മെയ്ക്ക എന്ന് പറയുന്നത് പോലെ തന്നെ മെഷായിഖന്മാർ പറയാം. അപ്പോഴും കാണാൻ ചുണ്ടും ചീരയൊക്കെ ഇടത്തേക്കും വലത്തേക്കും പോകണം. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ടാണ് ഇന്നെല്ലാവരും ക്ഷണിച്ചു വരുത്തും. കക്കാടിനൊക്കെ ക്ഷണിച്ചു വരുത്താൻ വേണ്ടി കുരുവട്ടൂരുള്ള പ്രൊഫൈലിൽ ആ സ്വാഗതം അതും എല്ലാം കൂടി പറയേണ്ട ആവശ്യമില്ല. പിറ്റേന്ന് തന്നെ ഞങ്ങൾ കക്കാടിനെതിരെ. ഇപ്പോൾ സൂപ്പികളെ വിളിച്ചിരുത്തി ഇപ്പോൾ ഞങ്ങൾ സൂപ്പിക്കെതിരെ. എങ്ങനെയുണ്ട്? വല്ലാത്ത ജാതി. ഇതൊക്കെ ആരും മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ? നമ്മളെ ഫൈസൽ പറഞ്ഞ ആ സാധനം കുടിച്ചാൽ അവർ നടക്കണത്. ഏത് വേറെ ഉണ്ടല്ലോ ഒരു മൂത്രം ഫൈസൽ എന്ന് പറഞ്ഞ സാധനം, ബൗലേ ഷെരീഫ്, അതും കുടിച്ചിട്ട് അവർ നടക്കണത്. ആ കുടിച്ചോത്തോളം കാലം അവർക്ക് ബുദ്ധി ഉണ്ടാവില്ല. മനസ്സിലാകേണ്ട നിങ്ങൾക്ക്. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. എന്നിട്ട് എങ്ങനെ ശരീഅത്തിന് വിരുദ്ധമായി നടക്കും. ശരീഅത്തിന് വിരുദ്ധമായി ചെയ്യലാണ്, അതാണ് ത്വരീഖത്ത് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മഹാന്മാരെ ത്വരീഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശരീഅത്തിന് വിരുദ്ധമായത് ചെയ്യലല്ല, ശരീഅത്തിനെ ഒന്നും കൂടി കണിശമാക്കലാണ്, ശക്തിപ്പെടുത്തലാണ്. ഹറാമ് ചെയ്യുമ്പോൾ ഹറാമുള്ള സ്ഥലത്തേക്ക് സ്ത്രീകളുണ്ടെങ്കിൽ അങ്ങാടിക്ക് പോകണില്ല എന്ന് തീരുമാനിക്കലാണ്.
പരീക്ഷയുമായി ബന്ധപ്പെടാതിരിക്കൽ, പരീക്ഷ അതിലുണ്ടെങ്കിൽ ഞാൻ അത് എടുക്കുന്നില്ല എന്ന് തീരുമാനിക്കൽ. അതാണ് മഹാന്മാരെ ത്വരീക്കത്ത്. ഇവന്മാർ മനസ്സിലാക്കിയത് ഹറാം പറഞ്ഞ സംഗതി തന്നെയല്ല. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക, എന്തും ചെയ്യുക, എന്ത് കാലം നൃത്താണെങ്കിലും പാട്ടാണെങ്കിലും എന്ത് ഗാനമേളയും കുഴപ്പമില്ല. ലജ്ജാവതി മുമ്പ് അബ്ദുസമ്മദ് അൻവരിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇപ്പോഴും അതുപോലെ തന്നെ പല ആൾക്കാരും സ്വീകരിച്ചു കൊണ്ട് വെടിയോ പിടിയോ തടിയോ എന്തോ പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ നടത്തുന്നില്ല, ഹാർമോണിയം ഗിത്താറൊക്കെ. അതിനൊക്കെ പറ്റും, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇപ്പം ഏതാണെങ്കിലും പുതിയൊരു ചക്കിക്കൊത്ത ചങ്കരെന്ന് പറഞ്ഞതിൽ പുതിയ കൂട്ടുകെട്ട് നിങ്ങൾക്ക് പറ്റി തന്നെയാണ്. ഒഴിവാക്കണ്ട, മുറുകെ പിടിച്ചോളി.